ദൈവവും വിശ്വാസവും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റിവെച്ച് നാടിന്റെ വികസനവും നാട്ടുകാരുടെ ക്ഷേമവും നോക്കി രാഷ്ട്രീയം തീരുമാനിക്കണം. വോട്ട് ലഭിക്കാൻ അയ്യപ്പനെയും കന്യാമറിയത്തിനെയും കൂടെ കൂട്ടുന്നത് തീർത്തും തെറ്റായ പ്രവണതയാണ്. അതിപ്പോൾ അയ്യപ്പനാണേലും മാതാവാണേലും വലിയ വ്യത്യാസമൊന്നുമില്ല. തൃപ്പൂണിത്തറ നിയമസഭ തിരഞ്ഞെടുപ്പ് കേസിൽ കോൺഗ്രസ് MLAയും മുൻ മന്ത്രിയുമായ കെ ബാബുവിന് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ബാബുവിന്റെ തൃപ്പൂണിത്തറയിലെ വിജയം ചോദ്യം ചെയ്തുകൊണ്ട് എതിർ സ്ഥാനാർത്ഥിയായ CPMലെ M സ്വരാജ് നൽകിയ ഹർജിയിലെ വാദങ്ങൾ നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഹൈക്കോടതി നടപടികൾ തുടരാമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ കെ ബാബു നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. 2021 തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു M സ്വരാജ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത്. ശബരിമല വിഷയം എടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു മണ്ഡലത്തിൽ കെ ബാബു പ്രചരണം നടത്തിയിരുന്നത്. അയ്യപ്പനൊരു വോട്ട് എന്നച്ചടിച്ച തിരഞ്ഞെടുപ്പ് സ്ലിപ്പുകൾ കെ ബാബുവിന് വേണ്ടി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടിരുന്നുവെന്നും ചുവരെഴുത്തുകളിലും അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അയ്യപ്പനിൽ നിന്ന് ദൈവകോപം ഉണ്ടാകുമെന്നും തന്റെ പരാജയം അയ്യപ്പന്റെ പരാജയമാണെന്നും പറഞ്ഞ് കെ ബാബു വോട്ടർമാരെ ഭയപ്പെടുത്തിയെന്നും ഹർജിയിൽ സ്വരാജ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനുശേഷം തൃശൂർ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി സ്വർണ്ണ കിരീടവുമായി സന്ദർശനം നടത്തി. അതിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിൽ നിന്ന് TN പ്രതാപനും എത്തിയിട്ടുണ്ട്. സ്വർണത്തിന് പകരം പ്രകൃതിദത്തമായ വാഴക്കുലയാണ് കൊണ്ടുവന്നത്, അതും അതേ ലൂർദ് പള്ളിയിൽ തന്നെ. എന്തായാലും ദൈവത്തിന് ഇവരെ കൊണ്ട് നല്ല മടുപ്പായി കാണും. കോൺഗ്രസും BJPയും ഒരേ രീതിയിൽ തന്നെയാണ് പിന്തുടരുന്നത്. അതിനു മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ പ്രചരണത്തിനും ഉപയോഗിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രം തന്നെയാണ്. കാലങ്ങളായി അവർ ക്ഷേത്രവും വിശ്വാസവും തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ പ്രകടമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അടുത്തത് കുട്ടികളെ ഇറക്കി കളിക്കുന്നത്. മാതാപിതാക്കൾ തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കരുതെന്ന് കുട്ടികളോട് പറഞ്ഞിരിക്കുകയാണ് ഷിൻഡെ വിഭാഗം MLA ഏകനാഥ്. ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ നിയമസഭാ അംഗമാണ് കുട്ടികളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഹിംഗോലി ജില്ലയിലെ ഒരു സില ഇടവക സ്കൂൾ സന്ദർശനത്തിനിടെയാണ് കലംനൂരി MLA സന്തോഷ് ബംഗറിന്റെ വിചിത്രമായ പരാമർശം. എന്തായാലും ഹർജി പരിഗണിച്ച കോടതി ബാബുവിന്റെ തടസ്സവാദം തള്ളി സ്വരാജ് നൽകിയ കേസ് നിലനിൽക്കുന്നതെന്നും വ്യക്തമാക്കി. ഇതോടെ വിശ്വാസത്തെയും ദൈവത്തെയും വെച്ച് കളിക്കുന്ന BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾക്ക് കനത്ത തിരിച്ചടിയാണ്. ഇതുപോലൊരു കേസ് കൊടുത്താൽ ആ കാര്യത്തിൽ തീരുമാനമാകും. എന്തായാലും സ്വരാജ് നല്ലൊരു വഴിയാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. 2018 ശബരിമലയായിരുന്നെങ്കിൽ ഇക്കുറി അയോധ്യയാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വാശിയേറെ തിരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു അന്ന് തൃപ്പൂണിത്തറയിൽ നടന്നത്. ശക്തമായ മത്സരത്തിനൊടുവിൽ 992 വോട്ടുകൾക്കായിരുന്നു കെ ബാബുവിനോട് സിറ്റിംഗ് MLA കൂടിയായ M സ്വരാജ് പരാജയപ്പെട്ടത്. 2016 തിരഞ്ഞെടുപ്പിൽ ശക്തനായ കെ ബാബുവിനെ അട്ടിമറിച്ചായിരുന്നു M സ്വരാജ് തൃപ്പൂണിത്തറയിൽ അധികാരത്തിലേറിയതും. ബാർക്കോഴ അടക്കമുള്ള വലിയ വിവാദങ്ങൾ കെ ബാബു നേരിടുന്ന സമയമായിരുന്നു സ്വരാജിന്റെ ഈ കൂറ്റൻ വിജയവും.